നിങ്ങളുടെ കുട്ടി വായ തുറന്നിട്ട് ഉറങ്ങുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇത് 1-2 ദിവസം വായ തുറന്ന് ഉറങ്ങുന്നതല്ല പറയുന്നത്. സ്ഥിരമായിട്ട് ഉറങ്ങുന്ന സമയത്ത് വായയിലൂടെ ശ്വാസം എടുക്കുകയാണെങ്കിൽ അതിനെ മൗത്ത് ബ്രീത്തിങ് എന്നാണ് പറയുന്നത്. ഈ മൗത്ത് ബ്രീത്തിങ് കാരണം മുഖത്തിൻ്റെ ഷേപ്പ് വരെ മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടാൽ ഇമ്മീഡിയറ്റ്ലി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ആദ്യം നിങ്ങളൊരു ENT-നെയാണ് കാണിക്കേണ്ടത്. ENT ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതായത് എന്തുകൊണ്ടാണ് വായിലൂടെ ശ്വാസം എടുക്കുന്നതെന്ന്. അതായത് ചിലർക്ക് നേസൽ സെപ്റ്റം, ഈ സെപ്റ്റം വളഞ്ഞു ഇരിക്കുന്നതാണെങ്കിൽ വായിലൂടെ ശ്വാസം എടുക്കും. അതുപോലെ നേസൽ പോളിപ്പ് പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും വായിലൂടെ ശ്വാസം എടുക്കും. അഡിനോയിഡ് ഗ്രന്ഥി വീങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടോൺസിലിൻ്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ ഒരു ജലദോഷം മൂക്കടപ്പൊക്കെ ആണെങ്കിലും വായിലൂടെ ശ്വാസം എടുക്കും. എന്നാൽ ഇത് കണ്ടിന്യൂ ആയിട്ട് ഡെയിലി എടുക്കുന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. സ്ഥിരമായിട്ട് ശ്വാസം വായിലൂടെയാണ് എടുക്കുന്നതെങ്കിൽ അവരുടെ ടങ്ങിൻ്റെ പൊസിഷൻ മാറും. അങ്ങനെ ടങ്ങിൻ്റെ പൊസിഷൻ മാറുമ്പം അവരുടെ മുകളിലത്തെ ആർച്ച് ഷേപ്പിലായിരിക്കും ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ എന്താവും, സ്വാഭാവികമായിട്ട് തന്നെ പല്ല് മുന്നിലേക്ക് തള്ളി വരും. അതുപോലെ മോണ താഴോട്ട് ഇറങ്ങി വരും. ചിരിക്കുമ്പോൾ ഒരു ഗമ്മി സ്മൈൽ ഉണ്ടാവും. കൂടാതെ പല്ലും അതുപോലത്തെ അവിടുത്തെ എല്ലും മുന്നിലേക്ക് തള്ളി വരും. അങ്ങനെ കാണാൻ തന്നെ ഒരു അഭംഗി ഉണ്ടാവും. അതുപോലെ കുട്ടികളുടെ ഗ്രോത്ത്, അപ്പർ ജോന്റെ ഗ്രോത്ത് പ്രോപ്പറായിട്ട് നടക്കില്ല. ഇത് മാലൊക്ലൂഷന് കാരണമാവാറുണ്ട്. മാലൊക്ലൂഷൻ എന്ന് പറഞ്ഞാൽ പലതരം പല്ലിൻ്റെ പ്രശ്നങ്ങൾ, അലൈൻമെൻറ്റിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഈ മൗത്ത് ബ്രീത്തിങ് ആദ്യമേ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അതിനുള്ള പ്രിവെൻഷനായിട്ട് ഓറൽ സ്ക്രീൻ പോലെയുള്ള പലതരം അപ്ലയൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ENT-നെ കാണിച്ച് എന്താണ് ബേസിക് കോസ് എന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ഫർദർ മൗത്ത് ബ്രീത്തിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓറൽ സ്ക്രീൻ പോലെയുള്ള അപ്ലയൻസസ് നിങ്ങൾക്ക് ഡെന്റിസ്റ്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. അത് പെർമനൻ്റ് ആയിട്ട് കുട്ടികൾക്ക് കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളോ ഇടിക്കേണ്ടി വരും. അതിനുശേഷം അവരുടെ മൗത്ത് ബ്രീത്തിങ് പെർമനൻ്റ് ആയിട്ട് തന്നെ ശരിയാവുന്നതാണ്. ഐ ഹോപ്പ് ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അങ്ങനെ ഇതിൻ്റെ ആവശ്യമുള്ള ആളുകളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.